നീ എസ്മ സീരീസ് തുടങ്ങടാ മോനെ, ഞാൻ അതിൽ നായകനായിട്ട് വരാം, പക്ഷെ പൈസ തരണം, എന്നെ തേച്ചിട്ട് പോകരുത്. ചേട്ടൻ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായില്ല, അതാണ് നിങ്ങൾ ഞാൻ ഇങ്ങനെ ഊഹിച്ച് മാറ്റിച്ചെടുക്കണം. അവര് സഹോദര ബന്ധമാണ്. അത് നല്ല കാര്യം. ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ വകയില്ലല്ലോ. സാറിന് ആരോട് അഭിനയിക്കുക, എനിക്ക് ആരോട് അഭിനയിക്കുക, എനിക്ക് ആരോട് ആർട്ടിസ്റ്റ് മാത്രം ഇതിൽ കൂടെ എന്ത് വേണം അല്ലേ? ശരിയല്ലേ? എനിക്ക് സണ്ണിയാണെങ്കിലും ഉണ്ണിയാണെങ്കിലും ശുദ്ധിയാണെങ്കിലും എല്ലാവരും എനിക്ക് അതൊരു ഒരു പ്രോബ്ലം. ഏതിലാണെങ്കിലും നമുക്ക് വേഷം കിട്ടണം, ചക്രം കിട്ടണം. കാരണം എന്നെയും കാത്തിരിക്കുന്ന കുറേ പാവങ്ങളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം കൊണ്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ചക്രം കിട്ടണം. പൈസ കിട്ടുന്നത് എന്ത് പണിക്ക് ഞാൻ റെഡി. പൈസ കിട്ടുന്നത് എന്ത് പണിക്ക് ഞാൻ റെഡിയാണ്. പിന്നെ ജീവിക്കാൻ പൈസ വേണ്ടേ? ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ എന്തിനും റെഡിയാണ്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എന്ത് വർക്ക് ചെയ്യാനും യാതൊരു സംശയമില്ല കാര്യം. നമുക്ക് നമ്മുടെ ഉള്ള പണിയും കളഞ്ഞ് നല്ലൊരു ആർട്ടിസ്റ്റ് എന്ന് അറിയപ്പെടാൻ വേണ്ടിയാണ് ഇതിലേക്ക് ഇറങ്ങിയത്. പിന്നെ നമ്മൾ ഉണ്ടായിരുന്ന പണി എന്ന് പറയുന്നത് ചെറിയ വരുമാനമാണ്. ഇതിലെ ആർട്ടിസ്റ്റ് നല്ല രീതിയിൽ ക്ലിക്ക് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് നല്ല വരുമാനം വരും. അപ്പോൾ നമുക്ക് ഒരുപാട് പേരെ ചാരിറ്റിയിൽ സഹായിക്കാം. അതുകൊണ്ട് അതല്ലേ ഞാൻ പറഞ്ഞത്. ആരോട് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഏത് റോളും നമുക്കിപ്പോൾ ഡോക്ടർ, വക്കീൽ, അധ്യാപകൻ അത് തന്നെ വേണമെന്നൊന്നുമില്ല. അതെനിക്ക് താല്പര്യമില്ല. നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള വേഷങ്ങൾ, ആരും ചെയ്യാൻ മടിക്കുന്ന ആ ടൈപ്പിലുള്ള എന്ത് വേഷം കിട്ടിയാലും നീ എസ്മ സീരീസ് തുടങ്ങടാ മോനെ, ഞാൻ അതിൽ നായകനായിട്ട് വരാം, പക്ഷെ പൈസ തരണം, എന്നെ തേച്ചിട്ട് പോകരുത്. ഞാൻ ചോദിക്കട്ടെ, ഇംഗ്ലീഷിലും മറ്റ് നേരത്തെ പറഞ്ഞ ചില ആൾക്കാരെല്ലാം അവര് പല വേഷങ്ങളും ചെയ്ത് ഇടുമ്പം മില്യൺസ് ആൾക്കാർ കാണുകയും അതിന് കോടിക്കണക്കിന് രൂപ അവർക്ക് കിട്ടുകയും ചെയ്യാൻ നമ്മളാരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചിലർക്ക് അസോഷൻ കണ്ടാവേണ്ട ആവശ്യം എന്താ? കുറെ ആൾക്കാർ ചെയ്തു തുടങ്ങിയിട്ടുണ്ടോ? യസ്മയാണോ ആസ്മയാണോ അതൊന്നും നമുക്കൊരു വിഷയമുള്ള കാര്യമൊന്നുമില്ല. അഭിനയം അത്രേ ഉള്ളൂ. നമ്മുടെ ജോലി എന്ന് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല. ഒരു എപ്പിസോഡിന്റെ ഒരു ക്ലിപ്പ് ഇങ്ങനെ പോയപ്പോൾ വാഴത്തോട്ടത്തിലും കണ്ട് കിടക്കുന്ന ഒരു സാധനം. അതല്ലേ ഉദ്ദേശിച്ചത്? അതല്ലേ? അല്ല, മൊത്തം കാണാൻ ഞാൻ ഇഷ്ടമായില്ലെന്ന് അത് ഈ നല്ല ജീവനുള്ള വീഡിയോസ് വേറെ കിടക്കുമ്പോഴത്തേക്ക് ജീവനില്ലാത്ത വീഡിയോ കയറി നോക്കിയിട്ട് കാര്യമില്ല. അല്ല, വാഴക്കുഴിയിലും കിടന്നിട്ട് പോയി കണ്ടിട്ട് വല്ല കാര്യമില്ല. ചേട്ടാ അത്തരത്തിൽ വീഡിയോസ് ഒന്നും കാണാറില്ല. ഇല്ല, ഞാൻ അങ്ങനെ കാണാറില്ല എന്നല്ല. ഞാൻ നിങ്ങൾ എന്ത് ഓപ്പണായി ചോദിച്ചാലും ഞാൻ കാണുന്നു എന്ന് പറയും, പലതും കാണും. പക്ഷേ എനിക്ക് അതൊന്നും എനിക്ക് അട്രാക്റ്റീവ് ആയിട്ടില്ല. നമ്മളിപ്പോൾ ഒരെണ്ണം കാണുമ്പോൾ, ഏതൊരു വീഡിയോ കാണുമ്പോഴും നമുക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവും. വേണ്ടേ? ആ ഒരു ആകർഷണതയുണ്ട്. അതാണ്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടെങ്കിലും നീ കണ്ടത് അത് സെഞ്ചുറി അടിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ കണ്ടില്ല മോനെ. കണ്ടെങ്കിൽ എനിക്ക് ആകർഷണം പറയാം. എനിക്കൊരു ക്ലിപ്പ് എവിടെയോ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴത്തേക്ക് കണ്ടു. അത് വലിയതായിട്ടും തോന്നി. ചേട്ടൻ ലിങ്ക് അയച്ചു തരാം. നീ എല്ലാ ലിങ്കും അയച്ചാലും എനിക്ക് പറ്റുന്നതനുസരിച്ച് ഞാൻ കാണാം. എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ തീർച്ചയായിട്ടും ചെയ്യാം. ഒരു മടിയില്ല. ഞങ്ങൾ വിവാദമായ റീൽസിന് ശേഷം രേണു കുറേ അവസരങ്ങൾ തേടി. രേണു ഓരോ ഷോർട്ട് ഫിലിമും അതുപോലെ തന്നെ വർക്ക് രേണു പോയി. ഞാൻ എൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോയി. സിനിമാവാദികളൊക്കെ ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ട് കുറേ കാലത്തിന് ശേഷം മീറ്റ് ചെയ്യാണ് ഈ സിനിമയുടെ പൂജയ്ക്ക് വേണ്ടി. അപ്പം നല്ലൊരു ക്യാരക്ടറാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എന്നാണ് നമ്മളെ ഡയറക്ടർ നിതീഷ് സാറ് പറഞ്ഞത്. നമ്മളെ ഡയറക്ടർ ബ്രോ ആണ്, നിതീഷ് സാറാണ്. നല്ലൊരു ക്യാരക്ടറായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല സമൂഹത്തിന് നല്ലൊരു സന്ദേശമായിരിക്കും സിനിമ. 100% ഷുവറാണ്. നല്ല സന്ദേശമായിരിക്കും. ഇപ്പോഴത്തെ യുഗത്തിൽ എങ്ങനെ മുന്നോട്ട് പോവുക, എങ്ങനെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള സന്ദേശമായിരിക്കും സിനിമ എന്ന് യാതൊരു സംശയമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ അനുവാദത്തോടുകൂടി ഒരു പിന്തുണയോടുകൂടി ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. നിങ്ങളെല്ലാവരും സന്തോഷം. ഇതിലേക്ക് വിളിച്ചതിന് സാറിന് ഒരുപാട് നന്ദി. ഒരുപാട് എല്ലാ പ്രേക്ഷകർക്കും നന്ദി. എല്ലാവർക്കും നന്ദി. അതുപോലെ ദാസേണ്ണെ കാണാൻ പറ്റി ഒത്തിരി സന്തോഷം. സിനിമ ഒരു വൻ വിജയമാക്കി എല്ലാവരും തീർക്കണം. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. ഞങ്ങളെ ഒരു ആൽബം നാളെ ഷൂട്ടുണ്ട്. ഞങ്ങളെ ആ റീൽസിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചൊരു ആൽബത്തിൽ അഭിനയിക്കുകയാണ്. അതിന്റെ കാര്യങ്ങൾ പുറത്തുവിടാൻ ഡയറക്ടർ അനുവാദമില്ല. ആൽബം ഉണ്ടായിരിക്കും നാളെ കൊച്ചിയിലായിരിക്കും, കൊച്ചി ടൗണിലായിരിക്കും ലൊക്കേഷനൊക്കെ. നാളെ വൈകുന്നേരം വരെ ഞങ്ങളവിടെ ഷൂട്ടുണ്ടായിരിക്കും. എല്ലാവിധ ആശംസകളും.
അതെന്താ ഒരു സഹോദരനെ പറ്റി ചോദിക്കുമ്പോൾ സഹോദരിക്ക് നല്ല അഭിപ്രായം ഉണ്ടാവും അല്ലേ? കാരണം ഞങ്ങളാ നമുക്ക് സ്വന്തം ബന്ധം ബ്രദർ ഇല്ല. അതെ ഞങ്ങളാ ഒരു ബന്ധം ഒന്നും ഉണ്ടായിരിക്കും. ഞങ്ങളാ ബന്ധം കുറെ റീൽസ് ചെയ്യാനുണ്ടായിരിക്കില്ല. ഇനി ഞങ്ങൾ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഉണ്ടാവും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. സന്തോഷമാണത്. ഞങ്ങൾ അന്ന് കണ്ട ശേഷം ഇന്നാണ് കാണുന്നത്. അതിനിടയ്ക്ക് ഒരു പ്രൊമോഷൻ ചെയ്തിരുന്നു കോഴിക്കോട്. പ്രൊമോഷൻ ചെയ്തു. അതിന് ശേഷം ഞാൻ കാണുന്നത്. അപ്പം എനിക്കങ്ങനെ അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ നമ്മളെ രേണുവിനുള്ള റീൽസിന് ശേഷം വന്ന ഒരാളല്ല ഞാൻ. അതിന് മുമ്പ് സിനിമയും കാര്യങ്ങളും തങ്കമണി ദിലീപേരനോട് അഭിനയിച്ചിട്ടുണ്ട്. കുറേ സിനിമകൾ തല കാണിച്ചിട്ടുണ്ട്. അപൂർവ പുത്രന്മാർ വിപിൻ ജോർജിന് വിഷ്ണു പടം ഇറങ്ങാനുണ്ട്. ഒടിയങ്ക സിനിമ ഇറങ്ങാനുണ്ട്. അതിനുശേഷം നിതീഷ് സാറിന്റെ കൂടെ ഒരു പടത്തിൽ സഹകരിക്കാൻ പോവാണ്. രേണു എനിക്ക് അതിനുശേഷമാണ് വർക്കുകളൊക്കെ നന്നായിട്ട് വന്നു തുടങ്ങിയത്. അതെ എന്നാ ശരി, അവിടെ ഉണ്ടാവും. ഒരു എൻട്രി എടുക്കാൻ വേണ്ടി